ശ്രീ ബാത്റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൾ ധാവണിയുടെ ബ്ലൗസും പാവാടയും മാത്രമായിരുന്നു ഇട്ടിരുന്നത്. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് ഡെവി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. അവിടേക്ക് നോക്കി. പക്ഷേ ഇതൊന്നും അറിയാതെ മുടി തോർത്തി നിൽക്കുകയാണ് ശ്രീ. ഡെവി അവളെ തന്നെ നോക്കി. മുഖത്ത് വെള്ളമുണ്ട്. അവൻ്റെ നോട്ടം അവളുടെ ആലിലെ വയറിലേക്ക് എത്തി. അവൻ ഉമിനീറിറക്കിക്കൊണ്ട് അവളെ നോക്കി അവളുടെ അടുത്തേക്ക് നടന്നു. തൻ്റെ മുന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ തല ഉയർത്തി നോക്കി. അവളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഡേവിഡിനെ കണ്ട് ശ്രീ പേടിച്ച് പിന്നിലേക്ക് വേച്ചുപോയി. പിന്നെ അവൾ അവനെ നോക്കിയപ്പോൾ തന്നെ നോക്കുന്നുണ്ട്. അവൻ നെറ്റി ചുളിച്ച് അവളെ തന്നെ നോക്കി. അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. അവൾ വേഗം തിരിഞ്ഞു നിന്നു. പക്ഷെ തിരിഞ്ഞു നിന്നത് കണ്ണാടിയുടെ മുൻപിലാണെന്ന് മാത്രം. അതവൾ കണ്ടില്ല. അവൾക്ക് ദേഹം മുഴുവൻ വിറയ്ക്കുന്നത് പോലെ തോന്നി. അവളുടെ കൈ പാവാടയിൽ മുറുകി. കണ്ണുകൾ അടച്ച് അവൻ അവളെ തന്നെ നോക്കി നിന്നു. പിന്നെ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. നീ ഇങ്ങനെ നിന്നിട്ടൊന്നും കാര്യമില്ല, എനിക്കെല്ലാം കാണാം കൊച്ചേ എന്ന് പറഞ്ഞ് അവൻ അവളെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു. അവൾ ഞെട്ടി കണ്ണു തുറന്നു. അപ്പോഴാണ് അവൾ കണ്ണാടി കണ്ടത്. അവൾ പെട്ടെന്ന് തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. എൻ്റെ കണ്ണ, ഞാനിപ്പോഴും പുലിക്കാട്ടിൽ തന്നെയാണോ എന്ന് പറഞ്ഞ് ശ്രീ നാലുപാടും നോക്കി. അല്ലല്ലോ, ഇതെൻ്റെ മുറി തന്നെയാണല്ലോ, പിന്നെ ഈ രാവണൻ എന്താ ഇവിടെ എന്നാലോചിച്ചുകൊണ്ട് നോക്കിയതും തന്നെ നോക്കി നിൽക്കുന്ന ഡേവിഡിൻ്റെ മുഖത്തേക്കാണ്. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു. അവൻ്റെ കൈ കവളിലൂടെ അരയിൽ മുറുകി. അവളുടെ ഉള്ളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി. പെട്ടെന്ന് ബോധം വന്നവൾ അവൻ്റെ അടുത്തുനിന്ന് കുതറി മാറി അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൾ ഞെട്ടി. അവൻ്റെ കണ്ണുകൾ അവളുടെ വയറിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന മുത്തരഞ്ഞാണത്തിലായിരുന്നു. കറുത്ത മുത്തിൻ്റെ ഇടയിൽ സ്വർണത്തിൻ്റെ ചെറിയ മുത്തുകളുള്ള അരഞ്ഞാണം അവളുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിഴഞ്ഞു കിടക്കുന്നത് കണ്ട് അവൻ അതിലൊന്ന് ചുണ്ട് ചേർക്കാനും അതവൻ്റെ കൈകൊണ്ട് മുറുക്കെ പിടിച്ചു വലിക്കാനും അവന് കൊതി തോന്നി. അവൻ്റെ കണ്ണുകൾ മുകളിലേക്ക് നോക്കി. അവളുടെ കഴുത്തിന് ചെറിയ കുഞ്ഞുമറുകിൽ അവൻ്റെ കണ്ണ് തറഞ്ഞു നിന്നു. അതിന് ചുറ്റും വിയർപ്പ് തുള്ളികൾ മുത്തുപോലെ തിളങ്ങുന്നതും അതിൻ്റെ രുചി നോക്കാൻ അവന് തിടുക്കമായി. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ വരുന്നതിനനുസരിച്ച് അവൾ പിറകിലേക്ക് പോയി. ബാലൻസ് തെറ്റി ബെഡിലേക്ക് വീണു. കൂടെ അവനും. വീണ വീഴ്ചയിൽ അവൻ്റെ അതിരങ്ങൾ അവളുടെ കഴുത്തിലെ മറുകിൽ പതിഞ്ഞു. അവളുടെ കണ്ണ് മിഴിഞ്ഞു വന്നു. അവനെ തള്ളി മാറ്റാൻ നോക്കുമ്പോഴേക്കും അവൻ അവളുടെ മറുകിനെ സ്വന്തമാക്കിയിരുന്നു. ശ്രീയുടെ കണ്ണ് നിറഞ്ഞു. അവൾ അവനെ തള്ളി മാറ്റി അവൻ്റെ മുഖത്തേക്ക് അടിച്ചു. അപ്പോഴാണ് താൻ എന്താ ചെയ്തതെന്ന് അവന് മനസ്സിലായത്. അവൻ അവളെ ദേഷ്യത്തിൽ നോക്കി. പിന്നെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നിരുന്നു. അത് കണ്ടവൾക്ക് പേടിയായി. അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി അവൻ്റെ കയ്യിൽ പതിച്ചു. അവൻ അവളുടെ കവളിൽ ഒന്ന് കൈയെടുത്ത് മാറ്റി അവളുടെ അരയിൽ അമർത്തി പിടിച്ച് അവൻ്റെ ദേഷ്യം തീർക്കാൻ നോക്കി. അവൾക്കരയിൽ നന്നായി വേദന ഉണ്ടായിരുന്നു. വേദനിക്കുന്നു ഇച്ചായ. അവളുടെ ഇച്ഛായ വിളിയിൽ അവൻ്റെ കൈ അരയിൽ നിന്നും അഴിഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അത് കണ്ടതും അവൻ്റെ നെഞ്ചിലൊരു വേദന തോന്നി. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. പിന്നെ അവളുടെ കണ്ണിൽ നോക്കി അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. അവൾ അത് കണ്ണടച്ച് സ്വീകരിച്ചു. പിന്നെ അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ശ്രീകുട്ടി ആകെ തളർന്നു പോയി. അവൾക്ക് തൻ്റെ കവൾ വേദനയെടുത്തു. അവൾ ബെഡിൽ വന്ന് കിടന്നു. അവളുടെ ഉള്ളിൽ ഡെവി ചെയ്ത കാര്യങ്ങൾ തെളിഞ്ഞു വന്നു. അവൾ അങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കാശി ലിയയുടെ മടിയിൽ കിടക്കുന്നുണ്ട്. രണ്ടുപേരും ഡേവിഡിനെയും ശ്രീയെയും കുറച്ചു നേരത്തിന് മറന്നിരുന്നു. കാശിയേട്ടാ, മാറി നിൽക്ക്, ഞാൻ പോകട്ടെ, അവിടെ ശ്രീകുട്ടി എന്നെ തിരയുന്നുണ്ടാവും. ഞാൻ വിചാരിച്ചു നിങ്ങൾ അവിടെ നിൽക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാനും ഡെവിയും ഇങ്ങോട്ടേക്ക് വന്നത്. നിന്റെ ഏട്ടായി കുടിച്ചു പൂസായിയാണ് വന്നിരിക്കുന്നത്. ഏട്ടായി വന്നിട്ടുണ്ടോ? എന്നിട്ടെവിടെ? അവൻ പാറുമ്മയുടെ മുറിയിലുണ്ട്. അയ്യോ, അവിടെയാണ് ശ്രീകുട്ടി ഉള്ളത് എന്ന് പറഞ്ഞ് ലിയ കാശിയുടെ തലമടിയിൽ നിന്നും മാറ്റി ശ്രീകുട്ടിയുടെ മുറിയിലേക്ക് ഓടി. പിന്നാലെ കാശിയും. അവർ മുറിയിലേക്ക് പോയപ്പോൾ ശ്രീകുട്ടി ഉറക്കമായിരുന്നു. അത് കണ്ട് അവർക്ക് സമാധാനമായി. കാശി ലിയയെ നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ലിയ ശ്രീയുടെ ഒപ്പം കയറി കിടന്നു. കാശി ഡെവിയെ തിരഞ്ഞുപോയി. ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി സിഗരറ്റ് വലിക്കുന്ന ഡെവിയെയാണ് കണ്ടത്. അവൻ അവൻ്റെ അടുത്തേക്ക് പോയി. നീ ഇവിടെയായിരുന്നു ഡെവി? നിന്നെ ഞാൻ പാറുമ്മയുടെ മുറിയിൽ തിരിഞ്ഞു. അവിടെ ശ്രീ മാത്രമാണ് ഉണ്ടായിരുന്നത്. നീ അവളെ കണ്ടില്ലേ? കണ്ടു. ഞാൻ അവിടേക്ക് പോയി. ഞങ്ങൾ വീണ്ടും വഴക്ക് കൂടി. എനിക്ക് ദേഷ്യം വന്നു.
ഞാൻ ഇവിടേക്ക് വന്നു. പുറത്തേക്ക് നോക്കി ഡേവിഡ് പറഞ്ഞു. എനിക്ക് തോന്നി നീ എന്തിനാ അവളോട് വെറുതെ ദേഷ്യപ്പെടുന്നത്? അവളൊരു പാവമാണ്. പാവം? ജോലിക്ക് വന്നിട്ട് കുറച്ചേ ആയുള്ളൂ, അപ്പോഴേക്കും അവൾ എല്ലാവരെയും കയ്യിലെടുത്തു. ഡെവി, നീ എന്തൊക്കെയാ പറയുന്നത്? അവൾ ജോലിക്ക് വന്നതൊന്നുമല്ല. അവൾ നീ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ മകളാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നവരുടെയോ എന്ന് വെച്ചാ പാർവമ്മയുടെ മകളാണോ? അവൾ എൻ്റെ ഭദ്രയാണോ? അതെ, നിന്റെ ഭദ്രയാണവൾ, രാവണൻ്റെ ഭദ്ര. കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡെവി അത് കേട്ട് ഞെട്ടിത്തരിച്ചുപോയി. തൻ്റെ പിന്നാലെ ചെറുപ്പത്തിൽ ചായ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കുഞ്ഞിപ്പെണ്ണിനെ ഓർമ്മ വന്നു. പിന്നെ കുറച്ചു നേരം മുന്നേ അവളോട് ചെയ്തതും ഓർത്തു അവന് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു. സന്തോഷം അവൾ തൻ്റെ ഭദ്രയാണ് എന്നതിൽ, സങ്കടം അവൻ അവളോട് പറഞ്ഞു പോയ കാര്യമോർത്തായിരുന്നു. അവൻ അവളെ ഒന്ന് കാണാൻ തോന്നി, തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തോന്നി. അവൻ വേഗം അവളുടെ മുറിയിലേക്ക് പോയി. ശ്രീകുട്ടിയുടെ മേൽ കാലും കൈയും കയറ്റി വെച്ച് ഉറങ്ങുകയാണ് ലിയ. ശ്രീ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അത് കണ്ടവന് ചെറുതായി കുശുമ്പ് തോന്നി. പിന്നെ ശ്രീകുട്ടിയുടെ അടുത്ത് വന്നിരുന്നു. അപ്പോഴാണ് അവൻ അവളുടെ കവളിൽ തൻ്റെ കൈവിരൽപ്പാട് കണ്ടത്. അവൻ അതിൽ പതിയെ തൊട്ടു നോക്കി. പിന്നെ സെൽഫിൻ്റെ അവിടേക്ക് പോയി ഓയിൻമെൻ്റ് അവളുടെ കവളിൽ പുരട്ടിക്കൊടുത്തു. നെറ്റിയിലൊന്ന് ചുംബിച്ചു. ലിയയുടെ കാലും കൈയും എടുത്തു മാറ്റി 2 പേർക്കും പുതപ്പും പുതച്ചു കൊടുത്തു. പിന്നെ അവൻ ലിയയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ശ്രീകുട്ടി രാവിലെ തന്നെ എണീച്ച് കുളിച്ച് താഴേക്ക് വന്നു. അവിടെ അടുക്കളയിൽ സുമയുണ്ടായിരുന്നു. അവൾ സുമയുടെ പിന്നിൽ കൂടെ കെട്ടിപ്പിടിച്ച് തോളിൽ തലവെച്ചു. മോളെ നീറ്റോ, കുറച്ചു നേരം കൂടി കിടന്നൂടായിരുന്നോ? നേരത്തെ എണീക്കുന്നത് ശീലമായിരുന്നു. ആ സമയം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല. ലിയ മോളെ എണീറ്റില്ലല്ലോ? ഇല്ല, ഞാൻ വരുമ്പോൾ ആൾ നല്ല ഉറക്കമാണ്, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. അവളിപ്പോൾ ഒന്നും ഉണരില്ല. മോൾ ചായ കുടിക്ക് എന്ന് പറഞ്ഞ് സുമ അവൾക്ക് ചായ കൊടുത്തു. ഏട്ടനും അച്ഛനും എവിടെ പോയി അമ്മേ? അവർ 3 പേരും ജോഗിങ്ങിന് പോയി. 3 പേരോ? ഓ, ആ രാവണനും ഉണ്ടാവും ഒപ്പം. അയാൾക്ക് നല്ലൊരു പണി കൊടുക്കണം. ഇന്നലെ എന്നെ കൊണ്ട് ചെയ്തത് ആലോചിക്കുമ്പോൾ തന്നെ മനുഷ്യന് വിറക്കുന്നുണ്ട്, ശ്രീ മനസ്സിലോർത്തു. മോളെന്താ ആലോചിക്കുന്നത്? അത് സുമമ്മ, പിന്നെ അമ്മയ്ക്ക് ഡാൻസ് കളിക്കാൻ അറിയുമോ? പിന്നെ അവൾ നന്നായി കളിക്കും. മോളും കളിക്കില്ലേ? രാമേട്ടൻ പറഞ്ഞല്ലോ മോള് നന്നായി കളിക്കുമെന്ന്. അത് കുറേയായി കളിച്ചിട്ട് ഞാൻ മറന്നു. മുത്തശ്ശി ഉണ്ടായിരുന്നപ്പോൾ എന്നെ പഠിപ്പിക്കായിരുന്നു. മുത്തശ്ശി മരിച്ചപ്പോൾ എൻ്റെ ചിലങ്ക അവൻ നശിപ്പിച്ച് കളഞ്ഞു. അത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത്രയ്ക്കിഷ്ടമായിരുന്നു അവൾക്ക് അവളുടെ ചിലങ്കയെ. അത് സാരമില്ല, മോൾക്കമ്മ വേറെ തരാട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാലോ എന്ന് പറഞ്ഞ് സുമ എന്തോ ആലോചിച്ചു. പിന്നെ ശ്രീകുട്ടിയുടെ കൈ പിടിച്ച് അവർ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ആ മുറി തുറന്ന് സുമയും ശ്രീകുട്ടിയും ഉള്ളിലേക്ക് കയറി. ആ മുറി കണ്ടതും ശ്രീകുട്ടിയുടെ കണ്ണുകൾ വിടർന്നു. ആ മുറിയിൽ നിറയെ പാറുവിൻ്റെ ഫോട്ടോ ആയിരുന്നു. അതിലധികവും പാറു നൃത്തം ചെയ്യുന്ന ഫോട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ കാശിയുടെ ഒപ്പമുള്ള ഫോട്ടോയുമുണ്ട്. അത് അവളുടെ കണ്ണ് നിറഞ്ഞു. പിന്നെ അരിയുടെ കൂടെ നിൽക്കുന്നതും പാറുവും കൂടെ തന്നെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയും. അവൾ അതിൻ്റെ അടുത്ത് പോയി തലോടി. അവളുടെ കണ്ണ് നിറഞ്ഞു പോയി. അത് കണ്ട് സുമ അവളുടെ അടുത്തേക്ക് വന്നു. എന്തിനാ മോള് കരയുന്നത്? ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇതുപോലൊരു ഫോട്ടോ, അതവർ കത്തിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് ശ്രീകുട്ടി സുമയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സുമയുടെ കണ്ണും നിറഞ്ഞിരുന്നു. അവർ ശ്രീയെ അടർത്തി മാറ്റി. പിന്നെ അവളുടെ കയ്യിൽ ചുവപ്പ് നിറത്തിലുള്ള ഒരു പട്ടിൻ്റെ തുണി വെച്ചു കൊടുത്തു. അവൾ സുമയെ നോക്കി. പിന്നെ ആ തുണി തുറന്നു നോക്കി. അതിലൊരു ചിലങ്ക. അവൾ ആ സുമയെ നോക്കി. ഇത് പാറുവിൻ്റെ ചിലങ്കയാണ്. അവൾ ഹരിയുടെ ഒപ്പം പോകുമ്പോൾ ഇവിടെ വെച്ച് പോയതാണ്. അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ സുമ പറഞ്ഞു. മോള് തെറ്റുകൊണ്ട് ഒന്ന് ചുവട് വെക്കുമോ? ഞാനൊന്ന് കാണട്ടെ. അതിനവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ചിലങ്കയെടുത്ത് അവളുടെ കാലിൽ കെട്ടിക്കൊടുത്തു. ചിലങ്കയുടെ താളത്തിലെല്ലാം മറന്ന് മെയ്വയക്കത്തോടെ ചുവട് വെച്ചു ശ്രീകുട്ടി. ചുവപ്പിൽ വെള്ള നിറത്തിലുള്ള ധാവണി ചുറ്റി നൃത്തം ചെയ്യുന്ന അവളെ കണ്ട് സുമയുടെ കണ്ണ് നിറഞ്ഞു. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് പാറുവാണ് എന്ന് വിചാരിച്ച് അവൾ മനോഹരമായി ചുവട് വെച്ച് കഴിഞ്ഞതും അവിടെ എല്ലാവരും കൈകൊട്ടി. അപ്പോഴാണ് അവൾ അവിടെ ഉള്ളവരെ കണ്ടത്. പുലിക്കാട്ടിലുള്ളവരും ജോഗിങ്ങിന് പോയവരുമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ലിയ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. മേരിയും അന്നമ്മയും അവളുടെ അടുത്തേക്ക് വന്നു. മേരി അവളുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു. നന്നായിരുന്നു മോളെ, മമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. എബിയും വന്ന് അവളെ ചേർത്ത് പിടിച്ചു. ശ്രീ കാശിയുടെ മുഖത്തേക്ക് നോക്കി അവൻ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. പാറുമേഴ് പോലെയുണ്ട് താൻ കളിക്കുന്നത് കാണാൻ. അവളുടെ വിയെ നോക്കി അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൾ കണ്ണിൽ നോട്ടം താങ്ങാൻ കഴിയാതെ തലവെട്ടിച്ചു.
ദേവി അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുവാണ്. ഡാൻസ് കളിച്ചതുകൊണ്ട് ശ്രീ ആകെ വിയർത്തു കുളിച്ച് നിൽക്കുന്നുണ്ട്. ശ്രീ തല ഉയർത്തി നോക്കി. പെട്ടെന്ന് ലിയ വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. സൂപ്പർ ശ്രീ, പൊളിച്ചു. എന്ത് ഭംഗിയായാണ് നീ കളിക്കുന്നത് കാണാൻ. അങ്ങനെയാ പെൺകുട്ടികൾ, അല്ലാതെ നിന്നെ പോലെയല്ല എന്ന് പറഞ്ഞു മേരി ശ്രീ അവളുടെ അടുത്തുനിന്ന് മാറ്റി. മമ്മ അങ്ങനെ പറയരുത് കേട്ടോ. പാറുമ്മയ്ക്ക് ഡാൻസ് അറിയുന്നത് കൊണ്ട് ശ്രീയും കളിക്കുന്നു. മമ്മയ്ക്കൊന്നും അറിയില്ല, അതുകൊണ്ട് എനിക്കും അറിയില്ല. അല്ലെങ്കിൽ നീ കുറേ കളിച്ചേനെ. നിനക്കറിയും, ഉറങ്ങാനും തിന്നാനും മാത്രമാണ്. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അത് കണ്ട് ലിയയ്ക്ക് മനസ്സിലേക്ക് എന്തോ പോലെ തോന്നി. ശ്രീ വന്നപ്പോൾ തൻ്റെ സ്ഥാനം തട്ടിയെടുക്കുന്നതാണോ എന്ന്. അല്ല, അതെൻ്റെ തോന്നലാണ് എന്ന് വിചാരിച്ച് അവൾ അവരുടെ ഒപ്പം പോയി. ഡേവിഡും കാശിയും മുറിയിലേക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു. അപ്പോഴാണ് എബി എല്ലാവർക്കും പുറത്തു പോവാമെന്ന് പറഞ്ഞത്. അത് കേട്ട് ലിയ തുള്ളിച്ചാടി. പിന്നെ എല്ലാവരും കൂടെ പുറത്തേക്ക് പോയി. കാശിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടിട്ടാണ് കാശി പറയുന്നത് നിർത്തിയത്. ബാലനും കമലയും അവനെ നോക്കി. ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞവൻ മാറി നിന്നു. അപ്പോഴാണ് അവിടേക്കൊരു കാറ് വന്ന് നിന്നത്. അതിൽ നിന്നും ഇറങ്ങുന്നവരെ കണ്ട് ബാലൻ്റെ കണ്ണു നിറഞ്ഞു. ബാലൻ അവിടേക്ക് ഓടി. ഫോൺ വിളിച്ചിരുന്ന കാശി കാണുന്നത് തൻ്റെ അച്ഛനെയും പപ്പയെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ബാലനെയാണ്. രാമ, എത്ര കാലമായി കണ്ടിട്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് അവർ അന്തം വിട്ട് നിൽക്കുന്ന കാശിയെ കണ്ടത്. കാശി, നീ ഇവിടെ എന്താണ്? രാമൻ കാശിയുടെ അടുത്ത് വന്ന് ചോദിച്ചു. നിനക്ക് ഇവനെ അറിയുമോ രാമ? ബാലൻ സംശയത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും കാറിൽ നിന്നും മേരിയും സുമയും ഇറങ്ങി. അവരെ കണ്ടതും കമല ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി. അറിയും, ഇതെൻ്റെ മോനാണ്. ഇവൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, ഡേവിഡ്. എവിടെ കാശി? എബി ചോദിച്ചു. അത് കേട്ട് ബാലനും കമലയും ഞെട്ടിപ്പോയി. കാശിയെ നോക്കി, പിന്നെ അകത്തേക്കും. പിന്നെ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞുകൊണ്ട് ബാലനും കമലയും ഉള്ളിലേക്ക് കയറി. കൂടെ തന്നെ ബാക്കിയുള്ളവരും. അപ്പോഴും ഒന്നും അറിയാതെ തൻ്റെ കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുറങ്ങുകയായിരുന്നു അവൾ.